അപ്പൊ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്ക് ചെയ്യുന്ന സമയത്ത് അടുത്ത കളർ നിങ്ങൾക്ക് ഏതാണ് ആഗ്രഹം എന്നുള്ളത് പറഞ്ഞാൽ മതി. ഞങ്ങൾ രണ്ട് കളറുകൾ പറഞ്ഞു, അതായത് ഒന്ന് പേർപ്പിളും ഒന്ന് ബ്ലാക്കും ആയിരുന്നു. പക്ഷെ ബ്ലാക്കിനാണ് ഏറ്റവും കൂടുതൽ ലൈക്സ് കിട്ടിയത്. 3.2k ലൈക്സ് ആണ്. പേർപ്പിളിലായിരിക്കും ഭയങ്കര ഫാൻസി കളർ. അതുകൊണ്ട് ഞാൻ ബ്ലാക്ക് ഫസ്റ്റ് ഇട്ടിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ബ്ലാക്ക് വിട്ടുപോയി. അപ്പൊ ഇന്ന് നമ്മള് ഷോപ്പിംഗ് ചെയ്യാൻ പോകുന്നത് മുഴുവൻ ബ്ലാക്ക് കളറിലുള്ള സാധനങ്ങൾ മാത്രമായിരിക്കും. അത് കുറച്ച് ട്രിക്കിയാണ് കാര്യം. ബാക്കിയുള്ളതൊക്കെ കളർഫുൾ ആയിട്ട് എടുക്കാൻ പറ്റും. മാക്സിമം കളേഴ്സ് ഒക്കെ എനിക്ക് കൂടുതൽ ഉണ്ടാവാം. ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അവിടെ കളർഫുൾ ആയിട്ടുള്ളതാണ് ഞങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളത്. ബ്ലാക്ക് തപ്പി പിടിക്കാനെങ്കിൽ ഞങ്ങൾ ചിലപ്പോ പാടുപെടും. കഴിഞ്ഞ പ്രാവശ്യം ഓരോരുത്തരും 30-40 സാധനങ്ങളൊക്കെ വാങ്ങി, പക്ഷെ ബ്ലാക്കിൽ അത് കിട്ടും എനിക്ക് തോന്നുന്നു. അത് എനിക്ക് തീരെ പ്രതീക്ഷയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു രണ്ട് എക്സ്ട്രീംസ് ആവും. ഒന്നുകിൽ കുറെ സാധനങ്ങൾ കിട്ടും, ഒന്നുകിൽ ഒന്നും കിട്ടൂല എന്നുള്ള രണ്ട് എക്സ്ട്രീംസ് ആണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മൾ ഈ കഴിഞ്ഞ തവണത്തിൽ നിന്നും കുറച്ചുകൂടെ തലങ്ങൾ മാറി ചിന്തിക്കാനുള്ള ഒരു സാധ്യതയില്ല. അത് ശരി, അത് ഞാനും ആലോചിച്ചു. അപ്പൊ ഇത്തവണ നമുക്ക് സെയിം ബഡ്ജറ്റ് തന്നെയാണ്. 2000 രൂപ ബഡ്ജറ്റ്, 1.5 മണിക്കൂർ സമയം. ഇനി നമ്മൾ ഇതാ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഏകദേശം 2 മണിയായിട്ടുണ്ട്. നമ്മൾ ഹൈലൈറ്റിൽ എത്തുന്നു. അവിടുന്ന് നമ്മൾ 1.5 മണിക്കൂറിൽ ചാലഞ്ചിലേക്ക് കടക്കാൻ പോകും. സാധാ പറയുന്ന പോലെ തന്നെ കാറിന്ന് ഇറങ്ങുന്ന സമയത്ത് ടൈമർ സെറ്റ് ചെയ്യും. തിരിച്ച് 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ കാറിൽ തിരിച്ച് കയറണം, അല്ലെങ്കിൽ ഡിസ്ക്വാളിഫൈഡ് ആവും. ഓക്കെ, ബഡ്ജറ്റിൽ കൂടുതൽ വാങ്ങിക്കാനും പാടില്ല. പിന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എടുക്കാൻ പാടില്ല. ചോക്ലേറ്റ്സ് ഒക്കെ എടുക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കുള്ള ബഡ്ജറ്റ് അത് ഷെയർ ചെയ്യണം. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ എത്തുക, നമ്മൾ ടൈമർ വെക്കുന്നു, ഇറങ്ങി ഓടുന്നു. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ട് ഗൈസ്. കാര്യം ബ്ലാക്ക് കളർ മറ്റൊന്നും പോലെയല്ല. കാരണം ഇതിന് പക്ഷെ പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല. ഇതിന് തപ്പി നടക്കന്നെ വേണം. അതിനോണ്ട് എവിടെ പോകണം എന്നുള്ള സത്യം പറഞ്ഞെങ്കിൽ വലിയ ഐഡിയൊന്നുമില്ല. ഞാൻ നോക്കി നോക്കാം. ഞാനൊക്കെ മാറ്റി പിടിച്ച് മറ്റൊരു തലത്തിലേക്ക് ചേക്കേറിയാലോ ആലോചിക്കും. ഞാൻ ആലോചിച്ചിരുന്നു ഇത് തലത്തിലേക്കാ പോകും. നിങ്ങൾ കുറെ നേരമല്ലോ കുറെ തലകളെ പറ്റി പറയും. അല്ല, നമ്മള് പൊതുവെ എന്താ പറയാ, ഈ ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ കളർഫുൾ ആയിട്ടാണ് ഉണ്ടാവുക. അപ്പൊ അതല്ലാത്തതിനൊക്കെ കയറി പിടിക്കേണ്ടി വരും. അതെനിക്കിപ്പോ നന്നാവാന്നാ തോന്നുന്നത്. നമ്മളങ്ങനെ ഏകദേശം എത്താനായി ഗൈസ്. ഇനി നേരെ പോകുന്നു, ടൈമർ ഓൺ ആക്കുന്നു, ഷോപ്പ് ചെയ്യുന്നു. നമ്മളിതാ ഹൈലൈറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പൊ സമയം 2:40 2:44 സമയം. ഇറങ്ങി ഗൈസ്, നമുക്ക് വേഗം പോവാം. ഞാൻ ആദ്യം നെസ്റ്റോയിൽ പോവാന്നാട്ടോ വിചാരിക്കുന്നത്. അതാകുമ്പോൾ നെസ്റ്റോയിൽ കുറച്ച് അങ്ങനത്തെ ടൈപ്പ് സാധനങ്ങളൊക്കെ കിട്ടുമല്ലോ. ഈ എന്താ പറയുക, ഷാമ്പു പോലത്തെ, അങ്ങനത്തെ സോപ്പ് പോലത്തെ. അപ്പോൾ ഞാൻ വെച്ച് നെസ്റ്റോയിലോട്ട് പോവാന്ന്. എല്ലാവരും പോയി ഗൈസ്. 5 നേരം നെസ്റ്റോയിലേക്ക് കയറി. ഷാമയൊക്കെ പുറകെ നെസ്റ്റോയിലേക്ക് കയറുന്നു. ആദ്യം നമുക്കൊരു ട്രോളി എടുക്കണം ഗൈസ്. ട്രോളി കാണുന്നില്ല ഗൈസ്. 5 നെസ്റ്റോയിലേക്കാണ് വന്നത്. ഞാനും നെസ്റ്റോയിലേക്കാണ് വന്നത്. 5നെ കയറി അപ്പം കണ്ടിരുന്നു ഗൈസ്, പക്ഷെ ഇപ്പം കാണുന്നില്ല. ആദ്യം നമുക്ക് ഈ എന്താ ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും കേട്ടോ. എനിക്ക് വേറെ കുറച്ച് പ്ലാനിങ്സ് ഉണ്ട് ഗൈസ്. ഞാൻ വല്ല ഹാർഡ്വെയർ ഷോപ്പിലേക്കൊക്കെ പോകാലോ എന്നൊക്കെ ആലോചിച്ച്, പക്ഷെ ഇവിടെ നിന്ന് എന്തായാലും അത് നടക്കൂലല്ലോ. അപ്പോൾ ഒരു പണിയാ, നമുക്ക് ഈ ഫാൻസി സാധനങ്ങൾ ബ്ലാക്ക് കളറിൽ കുറേ കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഞാൻ ഇവരെന്തായാലും നെസ്റ്റോയിൽ കുറച്ച് നേരം ഉണ്ടാവും. അപ്പോൾ ആ സമയം ഞാൻ ഫാൻസി സ്റ്റോറിൽ പോയി അവിടെ നിന്ന് എനിക്ക് ആവശ്യം ബ്ലാക്ക് കുറച്ച് സാധനങ്ങൾ ഞാൻ അങ്ങനെ പർച്ചേസ് ചെയ്തിട്ട് അതിന് ശേഷം പിന്നെ ബാക്കി നമ്മൾ സ്ഥിരം പോകുന്ന കടകളിലേക്ക് അങ്ങനെ അങ്ങോട്ട് ഡൈവേർട്ടഡ് ആവാന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്ക് ട്രോളി കിട്ടിയില്ല. ഞാനതും തപ്പി നടക്കുക. ട്രോളിക്ക് ഇത്രയും നേരം പോകും. ബിസ്ക്കറ്റും കൈ പിടിച്ച് നടക്കട്ടെ. ഗൈസ് നമ്മളെ സബ്സ്ക്രൈബറാണ്. ബ്ലാക്കിൽ എന്തെടുക്കുന്നു ഭയങ്കര കൺഫ്യൂഷനിലാണ് ഗൈസ്. ബ്ലാക്കിലുള്ള സാധനങ്ങളൊക്കെ കുറച്ച് എക്സ്പെൻസീവാണ് ഗൈസ്. ഞാൻ വിചാരിച്ച സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. ആദ്യം നമുക്ക് പേസ്റ്റ് നോക്കാം. അപ്പോൾ ഒരു ബ്ലാക്ക് പേസ്റ്റ് ഇല്ലേ, അതെടുക്കാം. അങ്ങനെ ഞാൻ നേരെ ഫാൻസിലേക്ക് കയറാണ്. ഇവിടെ നിന്ന് എനിക്ക് കുറച്ചധികം സാധനങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് മേടിക്കാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഫസ്റ്റ് തന്നെ ചെയ്തത് എന്താ വെച്ചാൽ ഇത്രയും സാധനങ്ങൾ ഇത് ഫുള്ള് ബ്ലാക്കാണ്. അങ്ങനെ അവസാനം ഒരു ട്രോളി കിട്ടുന്നു. ഞാനിത് ഒറ്റ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. എൻ്റെ മുന്നിൽ തന്നെ ഒരാൾ നടന്നുകൊണ്ടിരിക്കുക. ഈ സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് 54 രൂപ അങ്ങനെ എന്തോ ഉള്ളത്. എന്താണെന്ന് എനിക്കറിയില്ല. ഷൂ തുളയ്ക്കുന്ന ആ സാധനമാണെന്ന് തോന്നുന്നു.
ഇതാ ഇവിടുന്ന് കിട്ടിയതാട്ടോ. നെക്സ്റ്റ് കേസ് ഈ ഒരു ചന്ദനത്തിരില്ലേ, ഈ ഒരു സാധനം കിട്ടി. ഇവിടെ നിന്ന് എനിക്ക് കുഴപ്പമില്ലാത്ത സാധനങ്ങൾ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു കേസ്. നമുക്ക് ഇങ്ങനെ തന്നെ നോക്കി വെക്കാം. ഇങ്ങനെ ഫാൻസിന്ന് ഞാൻ ഇറങ്ങി 344 344 രൂപയാണ് ഫാൻസിന്ന് എനിക്ക് ചിലവായത്. 5-8 സാധനങ്ങൾ ഞാൻ ഫാൻസിന്ന് എടുത്തിട്ടുണ്ട്. ഇത് എനിക്ക് കവറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ സാധാരണ പോകുന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് ക്രാഫ്റ്റിൻ്റെ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കുറച്ച് നമുക്ക് എടുക്കാം. നമുക്ക് ക്ഷാമ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോവാട്ടോ. നമുക്ക് ഈ ചെരുപ്പ് എടുക്കാം കേട്ടോ. ചെരുപ്പിന് 99 രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എടുത്ത്. ഒരു കാർവ ഷാമ്പു 79 രൂപ. എനിക്കിപ്പോൾ 3 സാധനങ്ങളെ കിട്ടിയിട്ടുള്ളൂ. ബാക്കി നോക്കി നോക്കട്ടോ. ബ്ലാക്കിൽ കാര്യമായിട്ടൊന്നും കാണുന്നില്ല. ഇതിങ്ങനെ ടേബിളിലൊക്കെ ആക്കുന്ന സാധനമല്ലേ. ഇതിൻ്റെ പ്രൈസ് കാണുന്നില്ല. 499. നമ്മൾ സ്ഥിര സ്ഥലത്തേക്ക് എത്തിയിട്ട് സ്കൂൾ മാർക്കറ്റിലേക്കാണ് ഞാൻ വന്നത്. ഫസ്റ്റ് തന്നെ എനിക്കൊരു നെറ്റ് കിട്ടി ബ്ലാക്ക് കളറിൽ. ഇത് നല്ല രസമുണ്ട്. അപ്പോൾ ഇത് ഞാൻ എടുത്തു. ഒരു ഹെയർ ബാൻഡ് ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനോട് ഹെയർ ബാൻഡ്സ് എടുക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നെസ്റ്റോർ വന്നത് ബാക്കിയുള്ളടത്തൊക്കെ കുറച്ചങ്ങനെ അധികം കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക. സാധനങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ബ്ലാക്ക് പെയിൻറ്റ് മിക്കവാറും ബ്ലാക്കിൽ ഒരേപോലത്തെ സാധനങ്ങൾ വാങ്ങിക്കാൻ ചാൻസ് ഉണ്ട്. ബ്ലാക്കിൽ ഞാനിങ്ങനെ ഒരു ആക്രിലിക് കളർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു ബ്ലാക്ക് ബുക്ക് നോക്കാം. ബ്ലാക്ക് ഒരു നോട്ട് പാഡ് പോലത്തെ ബുക്ക് മതി. ഇതാവുമ്പോൾ കുറച്ച് പൈസ കിട്ടി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ശരി കേട്ടോ. ബ്ലാക്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് സാധനങ്ങൾ കിട്ടാൻ. ഗ്രൂമ് ഇതെടുക്കാം. ഇതിനെന്തായാലും വില കുറവായിരിക്കും. ഗൈസ് ഒരു കീച്ചൻ എടുത്തിട്ടുണ്ട്. ഇതും ബ്ലാക്ക് കളർ. ബ്ലാക്ക് പെൻസിൽ എടുത്തിട്ടുണ്ട് ഗൈസ്. ബ്ലാക്ക് ബുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. 30 രൂപയുള്ളൂ. ഒക്കെ മിക്കവാറും ഈ കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസാണ് കൂടുതൽ. ബ്ലാക്ക് നോട്ട് പാഡ് അല്ലേ, 36 രൂപ. ഇതെടുക്കാട്ടോ. ശ്രീ വേറെ എങ്ങോട്ടോ ഓടിയത്. ഈ ഒരു മാർക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്തിനിടയ്ക്ക് ഞാൻ 4 സാധനം എടുത്ത്. അവിടെ ഒരു തവ ഉണ്ട്, മീൻസ് തവി, അതെടുക്കാം. ഇനി ഒരു ബ്ലാക്ക് കളർ പെണ്ണ് തപ്പാം. കിട്ടി ഒരു ബ്ലാക്ക് പെണ്ണ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഈ ഒരു എലാസ്റ്റിക് പോലത്തെ ഒരു സാധനം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് കളർ ഗ്ലൂ സ്റ്റിക്കും എടുത്തു. ഞാനിതാ ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് മാർക്കർ എടുത്തു. ഒരു ബ്ലാക്ക് നൂലെടുത്തു. വിചാരിച്ച പോലെയല്ല, ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പെന്നിന് പകരം ഈ പെണ്ണ് ഞാൻ എടുത്തിട്ട് ഗൈസ്. കാരണം ഇതിന് കുറച്ചും കൂടെ വില കുറവാണ്. പിന്നെ ഇതാകുമ്പോൾ ഒറ്റ പീസേ ഉള്ളൂ. അപ്പോൾ അത് വേറെ ആരും എടുക്കാൻ ചാൻസ് ഇല്ല. ഒരു ബ്ലാക്ക് ഇങ്ക് കിട്ടിയാൽ സെറ്റാണ്. അമ്മേ വലുത് നടക്കില്ല. ഒരു കുഞ്ഞ് ബ്ലാക്ക് ഇങ്ക് കിട്ടുന്നു. ഇത് ഞാനൊന്നും എടുത്തിട്ടുണ്ട്. കാരണം ഇതിന് ഇത് കണ്ട 55 രൂപയാണ്. പിന്നെ ഈ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇല്ലേ, ഈ ബ്രഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ നമ്മൾ വിചാരിക്കുന്ന പൈസയല്ല, നല്ല പൈസയാവും. ആദ്യം ഒന്ന് നല്ല ഇങ്ങനെ കറങ്ങി നോക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് തീരുമാനിക്കാം. ശ്രീ ഏത് വഴിക്ക് പോയി എന്നറിയില്ല. വന്നപാടെ ഇറങ്ങി ഓടിയതാണ്. എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടിട്ടില്ല. നമുക്ക് ബ്ലാക്കിൽ എന്താ എടുക്കുക? ഇപ്പം എത്ര നേരം വരെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. പക്ഷെ ഇപ്പം എനിക്ക് എന്തൊക്കെയോ കിട്ടില്ല. ഈ ബ്ലാക്ക് സ്ലേറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 79 രൂപയ്ക്ക് ഞാൻ ഈ ഒരു ബ്ലാക്ക് ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറേ ബ്ലാക്ക് ബൗളുകളുണ്ട്. പക്ഷെ ഞാൻ എടുത്തതിനാണ് ഏറ്റവും കൂടുതൽ വില കുറവ്. ഈ ബോട്ടിൽ കണ്ടോ, ഇത് ശരിക്കും നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. പക്ഷേ 499 രൂപയാണ്. അതുകൊണ്ട് ഇത് വേണ്ട. അങ്ങനെ കേസ് ഞാനൊരു കുട എടുക്കുന്നുണ്ട്. 249 ആണ്. അവിടെ ഓഫറായിരുന്നു കേട്ടോ. ഞാൻ ഈ നെസ്റ്റോ മൊത്തം അരിച്ച് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാനെടുത്തു. ഈ ഒരു ബ്ലാക്ക് മാർക്സ് എടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് കളർ ഐലൈനറും എടുത്തിട്ടുണ്ട് ഗൈസ്. ഞാൻ ഷാമീൻ്റെ അടുത്തുനിന്ന് കീ വാങ്ങിയിട്ടില്ല. സാധനം കാറിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. ശരി, 5 മിനിറ്റ് എടുക്കുന്ന കീ വാങ്ങിയിട്ട് ഇവിടുത്തെ സാധനം വാങ്ങിപ്പോയി ഗൈസ്. എനിക്ക് വന്ന് 8 സാധനം എന്താ വാങ്ങിയത്. ഇത് നമുക്ക് കാറിൽ വെച്ചിട്ട് നടക്കാം ഗൈസ്. ഞാനിവിടുന്ന് നേരെ മേലോട്ടാട്ടോ പോകുന്നത്. ഇപ്പം ഞാനൊരു 8 സാധനം എടുത്ത് 542 രൂപയാണ് ആയത്. ഇനി നമുക്ക് നേരെ സ്ഥിരം പോകുന്ന സ്ഥലത്തോട്ട് പോവാം. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടോ. എന്തൊക്കെയാ എടുക്കുന്നത്? അതെ ഇത് എനിക്ക് ശീലമായി. അപ്പം അതുകൊണ്ട് പ്രശ്നമില്ല ഗൈസ്. എവിടെയെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാവും. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മളെല്ലാ തവണയും നമ്മൾ പറയും ഇത്തവണ ഭയങ്കര കട്ടിയായിരിക്കും ചാലഞ്ച്, ഇത്തവണ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ശരിക്കും ചാലഞ്ച് ബുദ്ധിമുട്ടാവുന്നത് ഈ തവണയായിരിക്കും ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അപ്പുറത്തുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ബ്ലാക്ക് കളറിൻ്റെ സാധനങ്ങൾ കിട്ടിയാൽ അത്രയും മെനക്കെടാ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ഇനി നമുക്ക് നോക്കാം എത്രയായി എന്ന്. അപ്പോൾ സ്കൂൾ മാർട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയപ്പം 863 രൂപയാണ് ഞാൻ ചിലവാക്കിയത്. സാധനം ഫുള്ളി ഞാൻ മേടിച്ചിട്ടുണ്ട്. 21 ഐറ്റമാണ് ഇപ്പം ഞാൻ പർച്ചേസ് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ നിന്നല്ലാതെ ബ്ലാക്ക് കളറിൽ കാര്യമായിട്ട് വേറെ എവിടെ നിന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. ശ്രീവിന് അങ്ങോട്ടേക്ക് വന്നിട്ടേ ഇല്ല. ഇവിടെ 100 രൂപയ്ക്ക് സ്ലിപ്പർ ഉണ്ട്. എൻ്റെ സ്ലിപ്പർ എടുത്തിട്ടുണ്ട്.
ബ്ലാക്ക് ചാർട്ട് 25 രൂപയ്ക്ക് 50 രൂപേൻ്റെ ഒരു ബ്ലാക്ക് കത്രിക എടുത്ത ഗൈസ്. ഞാൻ ഒരു സൂപ്പർ ഗ്ലൂ എടുക്കുക ഗൈസ്. ബ്ലാക്ക് കളർ ക്ലേ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ ഒരു ബ്ലാക്ക് പെൻസിലിൻ്റെ ഉണ്ട് കേട്ടോ, 90 രൂപയാണ്. എടുക്കാൻ സാധ്യതയുള്ളൊരു ടൈപ്പ് സാധനമാണ്. അതുകൊണ്ട് ഞാൻ എപ്പോൾ ഇവിടെ വെക്കുന്നുണ്ട്, നമുക്കൊന്നും കിട്ടിയില്ലെങ്കിൽ എടുക്കാം. സ്ഥിരം വാങ്ങുന്ന ഒരു സാധനം ഉണ്ട്, ഒരു ബ്രഷും ബാക്കിൽ കാണുന്ന അതില്ലേ, അത് സ്ഥിരം വാങ്ങുന്ന സാധനമാണ്. ഈ ബ്രഷ് എടുക്കാം, ഇതെന്തായാലും ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 48 മിനിറ്റാണ് സമയമുള്ളത്. സമയം ആക്ച്വലി ഉണ്ട്, ഐറ്റത്തിൻ്റെ നമ്പർ കൂട്ടാൻ ശരിക്കും പറ്റും. പക്ഷേ ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളതാണ് വേറൊരു ഫാൻസിയും കൂടെ ഉണ്ട് ഗൈസ്. അപ്പോൾ അവിടെ കയറിയാൽ ചിലപ്പോൾ കുറച്ചും കൂടെ ലാഭത്തിൽ ചിലപ്പം കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് അങ്ങനെ ഫാൻസിയിൽ കയറിയില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ നോക്കിയ സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത സാധനങ്ങളൊക്കെ തന്നെ നമുക്കിപ്പോൾ ഒരു കുഞ്ഞു റിങ് ആണെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിലും എടുത്ത് തന്നെ പിന്നെ എടുക്കാൻ പറ്റില്ല. ഇനി ഞാൻ നേരെ ക്രാഫ്റ്റിൻ്റെ വേറൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. വലിയ പ്രശ്നം എന്താ വെച്ചാൽ ഈ ബ്ലാക്ക് ഇറേസറൊന്നും ഇല്ലെന്ന്. ഇറേസറൊക്കെ നമുക്ക് പല പല കളറിലൊക്കെ കിട്ടുന്നു, പക്ഷെ ബ്ലാക്കിൽ മാത്രമില്ല. ഞാൻ ഓൾറെഡി എടുത്ത ഐലൈനർ മാറ്റിയിട്ട് ഈ ഐലൈനർ എടുക്കുന്നുണ്ട്, കാരണം ഇത് കമ്പാരിറ്റീവ്ലി കുറവാണ്. ഞാൻ 23 സാധനങ്ങൾ വാങ്ങി. 23 സാധനം ഞാൻ വാങ്ങിയത് 1258 രൂപയ്ക്കാണ്. ഞാൻ വിചാരിക്കുന്നത് ഒന്നെങ്കിൽ ഒന്നുമില്ല, ഒന്നും ഞാൻ വിചാരിച്ചില്ല. കാര്യമായ എണ്ണ ഒന്നും എനിക്ക് ആക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ഈ പെൻ എടുത്തിട്ടുണ്ട്, പ്ലസ് ഞാൻ ഈ ബ്ലാക്ക് ചോയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്ലാക്ക് സീക്വൻസ് സർവീസത് ഇതിന് എത്രയാണെന്ന് നമ്മൾ ചോദിച്ചു നോക്കിയിട്ട് പൈസ കുറവാണെങ്കിൽ ഇതും എടുക്കാം ഗൈസ്. ഞാനൊരു ബ്ലാക്ക് ചാർട്ടും പിന്നെ കണ്ട സീക്വൻസ് ഇല്ലേ അതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ 3 സാധനം എൻ്റെ കൈ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഈ ബ്ലാക്ക് സ്ക്രാച്ച് ബുക്കാണ്, അതൊരു ബ്ലാക്ക് കളറിലുള്ള എന്തോ ഹൈലൈറ്റിംഗ് നോട്ട്സ് അങ്ങനത്തെ എന്തോ ഒരു സംഭവമാണ്. പിന്നെ ഒരു ബ്ലാക്ക് ബോർഡും കിട്ടി. ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു പേപ്പറും പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു തൊപ്പിയും കിട്ടിയിട്ടുണ്ട്. ഗൈസ് ലൂം ബാൻസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം നല്ല രസമുണ്ട് കേട്ടോ. ഇതിന് 59 രൂപയുള്ളൂ. അപ്പോൾ ഇത് ഞാൻ എടുത്തു. ഗൈസ് ഇതിന് 55 ആണോ, അപ്പോൾ അത് ഞാൻ എടുത്തു. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ലക്ഷ്യബോധം ഇല്ലാതെ നടക്കുകയാണ്. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ബ്ലാക്ക് കളർ സാധനം ഉണ്ടെങ്കിൽ അത് വാങ്ങി. ഡ്രസ്സിലേക്കൊന്നും നോക്കാൻ പറ്റില്ല, കാരണം ഡ്രസ്സൊക്കെ നല്ല വിലയാണ്. ഇനി ഇന്ത്യയിൽ ഏകദേശം 740 രൂപയുള്ളൂ. ആ ഒരു പ്രൈസിന് എന്തെങ്കിലും കുറച്ചിങ്ങനെ ഉണുക്കുണുക്ക് സാധനങ്ങൾ, ക്ലിപ്പ്, ബണ്ണ്, ക്രാബ് അതൊക്കെ വാങ്ങാം ഗൈസ്. കഴിഞ്ഞ തവണ ഗൈസ് നമ്മൾ എടുത്ത സാധനം തന്നെ 2 പേരും എടുത്തു പോവുക അല്ലെങ്കിൽ 3 പേരും എടുത്തു പോകുമെന്ന് ഒരു ഡൗട്ടായിരുന്നു കേട്ടോ. പ്രാവശ്യം എടുക്കാൻ എന്താന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇതിന് 699 രൂപയാട്ടോ. ഞാനിത് എടുക്കാം കേട്ടോ. 10 രൂപയാണ്, അതുകൊണ്ട് ഞാനിത് ഇത് എടുക്കാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എടുക്കുന്നു. സോക്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്, 60 സംതിങ് ആണ്. അപ്പോൾ ഇതെടുത്തു. ഇത്രയും സാധനങ്ങളും ബാക്കി അതിലും നമ്മൾ പർച്ചേസ് ചെയ്തതുണ്ട്. അപ്പോൾ ഞാൻ മേടിച്ച് കഴിഞ്ഞപ്പം എനിക്ക് 18 മിനിറ്റും ഉണ്ട്, പക്ഷേ 38 രൂപ മാത്രമാണ് എനിക്കിനി ബാക്കി. ഇതെടുക്കാം ഗൈസ്. ഈ ഒരു ബ്ലാക്ക് ബൺ എടുത്തിട്ടുണ്ട് ഗൈസ്. അടുത്തത് ഈ ഒരു ഹെയർ ബാൻഡ് എടുക്കാൻ ഈ ഒരു ക്ലിപ്പ് എടുത്തിട്ടുണ്ട് ഗൈസ്. 15 രൂപേൻ്റെ ബ്ലാക്ക് കളർ പൊട്ടെടുത്ത് ഗൈസ്. ഇനി ബാക്കി മാക്സിമം ഇവിടെ നിന്ന് തന്നെ നോക്കാം ഗൈസ്. ഗൈസ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഇത്ര സാധനങ്ങൾ എടുത്ത് എത്ര ഉണ്ട് ഞാൻ എണ്ണാൻ പറഞ്ഞു. പിന്നെ തൊട്ടടുത്തുള്ളൊരു കടയിൽ കയറി ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു പെൻസിലും എടുത്തിട്ടുണ്ട്. ഗൈസ് 397 രൂപയ്ക്ക് ഞാൻ ഇവിടുന്ന് 3 സാധനമാണ് വാങ്ങിയത്. എനിക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല. ഞാൻ പിന്നെ ഷാമീനെയോ ശ്രീനോ ഒന്നും കണ്ടതുമില്ല കേട്ടോ. ഇവരൊന്നും ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ലയെന്ന് തോന്നുന്നു. ശ്രീ നെസ്റ്റോയിലേക്ക് പോയിന്ന് തോന്നുന്നു. ഷാമി പക്ഷെ ഇവിടെ എത്തിയിട്ടില്ല. എനിക്ക് 462 രൂപയാണ് ബാക്കിയുള്ളത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മിനിസോ വഴി പോയിട്ട് അവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് നേരെ കാറിലേക്ക് പോവാം. വെറും 38 രൂപ മാത്രം ബാക്കിയുണ്ട്. പിന്നെ 15 മിനിറ്റും ഉണ്ട്. ഈ ഒരു സമയം കൊണ്ട് ഇത്ര കുറഞ്ഞ പൈസയ്ക്ക് ഞാൻ ഈ നെസ്റ്റോയിൽ കയറിയിട്ട് സത്യം പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമില്ല. ആദ്യം തന്നെ നെസ്റ്റോയിൽ കയറിയാൽ മതിയായിരുന്നു എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും എല്ലാം നമുക്ക് കാറിൻ്റെ അടുത്തേക്ക് നടക്കും. ഈ ബ്ലാക്ക് സ്റ്റഡ് എടുക്കാം ഗൈസ്. ഇത് ഷൈനി ബ്ലാക്ക് ആണ്. ക്യാമറയിൽ കാണുമ്പോൾ സിൽവർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് ഷൈനിങ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ്. ഞാൻ ഇതിൻ്റെ സൈസ് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. സമയം ഏകദേശം തീരാനായി. കുറച്ച് വലിയ സൈസ് എടുത്തിട്ടുണ്ട് ഗൈസ്. ബ്ലാക്ക് ഹെൻ എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് കോംബ് എടുത്ത് ഗൈസ്. ഇപ്പോൾ സമയം 4 മണി ആവാനായിട്ടോ. എനിക്ക് തോന്നുന്നു 4:15 വരെ ടൈമുള്ളൂ. ഞാൻ ടൈമർ ഓണാക്കാൻ ഞാൻ മറന്നുപോയി ഗൈസ്. 99 ഐബ്രോ പെൻസിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. 99 ഞാനൊരു ഐ മാസ്ക് എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഇതൊന്നും എടുത്തു കേട്ടോ. അങ്ങനെ കഴിച്ച് എനിക്കിനി 10-17 മിനിറ്റ് ആട്ടോ ബാക്കിയുള്ളത്. ഞാനിത് എത്ര സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് താഴോട്ട് പോവാം. മീനീസോയിലൊന്ന് ജസ്റ്റ് കയറിയിട്ട് അവിടെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ വാങ്ങണം. ഇനി ആകെ 462 രൂപ മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. ഇതിന് കുറച്ചധികം പൈസ ആയിട്ടുണ്ടായിരുന്നു. മുന്നത്തെ പോലെയല്ല, എനിക്ക് അത്ര എണ്ണ സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ നേരെ താഴെ പോയിട്ട് നോക്കാം. കാറിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 15 മിനിറ്റ് 21 സെക്കൻഡ് ഇനിയും ബാക്കിയുണ്ട്. 5 മിനിറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല. എനിക്ക് 36 രൂപ മാത്രമല്ല ബാക്കിയുള്ളത്. ഓപ്പൺ ആയിരുന്നു, ഇവര് ലോക്ക് ചെയ്തില്ലേ. എൻ്റെ ബാഗ് എടുക്കാം.
എന്നിട്ട് ഞാൻ എന്നാലും ഓടി നോക്കട്ടെ. ഇനി എനിക്ക് ഒരുപാട് സമയമല്ലേ ഗൈസ്, 4:15 ഈ കാറിൻ്റെ അടുത്ത് എത്തണം. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ബില്ല് ചെയ്തിട്ട് ഇറങ്ങി നെസ്റ്റോയിൽ പോയിട്ട് സാധനങ്ങൾ ഞാൻ അവിടെ കൊടുത്തതാണ്, ടോക്കൺ വാങ്ങിയതാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് കാറിൽ എത്തുമ്പോഴത്തേക്ക് എന്തായാലും 15 മിനിറ്റ് കഴിയും. അപ്പോൾ ഞാനിത് ബില്ല് ചെയ്തിട്ട് നേരെ ഇറങ്ങാട്ടോ, ഇനി വേറെ എവിടെ കയറാനും സമയമില്ല. ഞാൻ ഒന്ന് ജസ്റ്റ് നെസ്റ്റോയിലേക്ക് കയറി നോക്കുകയാണ്. ഒരു 36 രൂപയ്ക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു കുഞ്ഞു സാധനം എടുത്തപ്പോൾ നമുക്ക് നോക്കി നോക്കാം. വെറും 15 രൂപയ്ക്ക് നെസ്റ്റോയിൽ കയറിയിട്ട് ഒരു അഗർബത്തി മാത്രം മേടിച്ചിട്ടാണ് ഞാൻ പോയിരുന്നത്. സമയം എന്ന് പറയുന്നത് 2 മിനിറ്റോ അങ്ങനെ എന്തോ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ഇപ്പം ഞാൻ ടോട്ടൽ 1830 സംതിങ് ഉറുപ്പ്യക്കാണ് സാധനങ്ങൾ വാങ്ങിയത്. ടോട്ടൽ ഞാനിപ്പം 12 സാധനങ്ങളും വാങ്ങിച്ച്. ഇനി നമുക്ക് കാറിൻ്റെ അടുത്തേക്ക് പോവാം ഗൈസ്. ആരെങ്കിലും എത്തിയോ നോക്കാം. ഇല്ല ഗൈസ്, ആരും എത്തിയിട്ടില്ല. ഞാനാണ് ഫസ്റ്റ് എത്താൻ പോകുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഒരാളെ കാണിച്ചു തരാം. ഞാൻ ഈ സാധനം വാങ്ങിക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ ഇവിടുന്ന് ഓടിപ്പോയി. കാറൊക്കെ തുറന്നോ അങ്ങനെ ഈ ശ്രീൻ്റെ ഞാൻ നെസ്റ്റോയിൽ ഈ സാധനം കൊടുത്തതേ ഉള്ളൂ. അപ്പൊ നെസ്റ്റോന്റെ അവിടുന്ന് വാങ്ങിക്കാൻ വേണ്ടി ശ്രീ ഇങ്ങോട്ട് ഓടിപ്പോട്. ഞാൻ എപ്പോഴും അവിടെ എത്തിയിട്ടുണ്ട്. വെച്ചോ ഇല്ലല്ലേ? ഇല്ല, കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇത്ര പെട്ടെന്ന് 1.5 മണിക്കൂർ കഴിഞ്ഞത്. പൈസയും വളരെ പെട്ടെന്ന് തീർന്നു ആണല്ലേ? അതെ അതെ അതെ, ബാക്കിയുണ്ട്. 3 മിനിറ്റ് 32 സെക്കൻഡുമാണ് ബാക്കിയുള്ളത് കേട്ടോ. ഇനി എന്റെ കയ്യിൽ പൈസ ബാക്കിയുണ്ട്, പക്ഷെ സമയം ബാക്കിയില്ല. ഞാൻ കയറിയ സ്ഥലത്ത് നിന്ന് കുറച്ച് ലാഗ് ആയോ എന്നൊരു സംശയം. പക്ഷെ ബ്ലാക്ക് സാധനങ്ങൾ കുറച്ച് ഇങ്ങനെ തപ്പി പിടിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് കുറച്ച് സമയം പോയി. ഞാൻ ആകെ 2 ഷോപ്പിൽ കയറിയിട്ടുള്ളൂ. ഞാൻ അവിടെ അപ്പൊ ശ്രീ ഇങ്ങനെ തുറന്നേ ലോക്കല്ലായിരുന്നു ഓടിക്കൊണ്ടിരിക്ക. 1 മിനിറ്റ് ഇങ്ങനെ ബാക്കിയുള്ളേ. 5 ഓടി വരുന്നത്. അത് വരുന്ന ഓടി വരുന്നു. 2 മിനിറ്റ് 40 ഓടണ്ട 2 മിനിറ്റ് 40 സെക്കൻഡ് ബാക്കി. ഞാൻ വിചാരിച്ചു 1 മിനിറ്റ് ബാക്കിയുള്ളൂ. ഞാൻ ഇറങ്ങി ഓടിയായിരുന്നു. ആ ബില്ലിങ്ങിന്റെ ഓപ്പറേറ്റ് പറഞ്ഞ് വേഗം തരും, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് വാങ്ങി പോട്ടെ, ബില്ല് പിന്നെ ചെയ്താൽ മതിയോന്നൊക്കെ ചോദിച്ചു. ഇപ്പൊ നമ്മള് 2 മിനിറ്റും 41 സെക്കൻഡ് ആ ഒരു ടൈമില് നമ്മളെ ചാലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഭീകരാട്ടോ. അയ്യോ ഭയങ്കര വിലയാണ്. ആ ശരിയാ, നല്ല വില ഉണ്ട് ബ്ലാക്ക് സാധനത്തിന് കേട്ടോ. അത്ര വില ഉണ്ടാവുന്ന വിചാരിച്ചില്ല. ഞാനും വിചാരിച്ചില്ല. ഞാൻ കൊറേ സാധനം എടുത്തിട്ട് പിന്നെയും തിരിച്ചൊക്കെ ഇത് എണ്ണം ഭയങ്കര കുറവായിരിക്കും. കാര്യം പിന്നെ പറഞ്ഞാൽ റിപ്പീറ്റ് ആയിട്ട് സാധനങ്ങൾ ഉണ്ടാവാനും സാധ്യത കൂടുതൽ. അത് നല്ല കൂടുതലാണ്. അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്റെ സൈഡിൽ നോക്കുമ്പോ അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് ആയിട്ട് സാധനങ്ങൾ വരാതിരിക്കാന്. അതെന്ന് പറയുമ്പോഴത്തേക്ക് 1.5 മണിക്കൂർ കഴിഞ്ഞു ഗൈസ്. ഞാനാലേക്ക് എനിക്ക് ടൈം തെറ്റിപ്പോയോ? അതൊക്കെ ഞാനും ആലോചിച്ചു. പക്ഷെ 1.5 മണിക്കൂർ പെട്ടെന്ന് കഴിഞ്ഞ് ഞാൻ ആകെ 2 ഷോപ്പിലേന് കയറിയത്. ആ 2 ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങളെ ഞാൻ വാങ്ങിയിട്ടുള്ളൂ. ഞാൻ 4 ഷോപ്പ് കയറി. 4 ഷോപ്പിൽ നിന്ന് ഇങ്ങനെ കളക്റ്റീവായി കുറച്ച് സാധനങ്ങൾ എടുത്തു. ഞാനും 4 ഷോപ്പിൽ കയറി. പക്ഷെ 4ാമത്തെ ഷോപ്പിൽ ഞാൻ ഒരൊറ്റ സാധനം മാത്രമേ മേടിച്ചു. അങ്ങനെ സാധനങ്ങൾ കഴിഞ്ഞ് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ തിരിച്ചു തരാനുണ്ട് അങ്ങോട്ടേക്ക്. ഞാൻ 1800 സംതിങ്ങിന് പർച്ചേസ് ചെയ്തോളൂ. ഞാൻ എനിക്ക് വെറും 21 രൂപ മാത്രമേ ബാക്കി. എനിക്ക് 10 രൂപയുടെ അടുത്ത് മാത്രമേ ബാക്കിയുള്ളൂ. ഞാൻ കുറെ ലാസ്റ്റ് സമയത്ത് ഇങ്ങനെ എന്താ പറയാ തിരിഞ്ഞു നോക്കി എന്തെങ്കിലും കിട്ടുമല്ലോ, പക്ഷെ കിട്ടിയില്ല. സമയം തീരാനായി. ചിലരത് ഞാൻ കണ്ടതേ ഇല്ല. അവിടുന്ന് ശ്രീ അപ്പൊ കാറിന് ഇറങ്ങി അപ്പൊ പോയതാ. പിന്നെ ഞാൻ ശ്രീനെ അവിടെ എവിടെയും കണ്ടില്ല. ലാസ്റ്റ് ആണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്. അതൊപ്പരായിട്ട് ഞങ്ങൾ കാറ് കയറിയാൽ ഞാൻ രണ്ടാളും കണ്ടിട്ടായിരുന്നു, പക്ഷെ ഒരേ സ്ഥലത്ത് നല്ല കണ്ടെന്ന്. അഞ്ച് ഇങ്ങനെ പ്രേതം പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് കവർ കിടക്കുന്നുണ്ടല്ലോ. ഇതാണ് ഞങ്ങളുടെ കവറുകള്. ഇതിലൊരു സാധനം പൊങ്ങി നിൽക്കുന്നുണ്ട്. അത് ഞാൻ കണ്ടു. ഞാനിവിടെ വെച്ചിട്ടുണ്ടായി. ലാസ്റ്റ് എണ്ണത്ത് പെടാത്തല്ല അവിടെ ഒന്നോട്ടെ. ഓക്കെ, എന്റേത് ഏറ്റവും ചെറിയ കവർ എന്റേതാണ് ഗൈസ്. എനിക്ക് വലിയ പ്രതീക്ഷ എനിക്കില്ല അധികം. പക്ഷെ കുറെ ഉണക്ക് സാധനങ്ങൾ ഇതിലാണ്. കാരണം കവർ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നുണ്ട്. അപ്പൊ തുടങ്ങാം. ഓരോന്നായിട്ട് വെച്ച് തുടങ്ങിക്കോ. ഞാൻ ആദ്യം തന്നെ ഒരു ബ്ലാക്ക് ഡിഷ് വാഷർ കേസ്. ഫസ്റ്റ് ഞാൻ വെക്കാൻ പോകുന്നത് ബ്ലാക്ക് കളറില് ചാർട്ടാണ്. ലാസ്റ്റ് കൊണ്ടുവരാന്ന് വിചാരിച്ചിട്ടായിരുന്നു. സെയിം കുറച്ച് വ്യത്യാസമുണ്ട് കാക്കാ. പക്ഷെ വലിയ വ്യത്യാസം കാണുന്നില്ല. ഇതാ ഇത് കണ്ടു. ഇതിന് വലുപ്പത്തിന് ഇത് കുറച്ചിങ്ങനെ ഇതായിട്ടുള്ള ചാർട്ടാണ്. അല്ല, ഇത് 2 സെയിം ചാർട്ടാണ്. അപ്പൊ കമ്പനിക്കുള്ള. പക്ഷെ അത് ബ്രാൻഡ് വ്യത്യാസം ഉണ്ടായിരുന്നു. അതെ, അത് ബ്രാൻഡ് വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നാലും ചെറുതോ. ഓക്കെ, അടുത്തത് ഞാന്. അടുത്തത് ബ്ലാക്ക്
വാൾപെയിന്റ് പോലത്തെ ഒരു സംഭവം ഡെക്കറേഷൻ ഒക്കെ ചെയ്യാതെ. ആ ഓക്കെ, അതിന്റെ കയ്യിലില്ല. ഞാൻ എന്തോ കണ്ടു. അതെന്റെ ഉണ്ടോന്ന് എനിക്കൊരു സംശയമില്ല. അതൊക്കെ ഞാൻ നോക്കട്ടെ. എന്റെ കയ്യില് ബ്ലാക്ക് കളറിലെ സ്ലിപ്പറാണ് ഗൈസ്. എന്താ എന്റെ കയ്യില് ബ്ലാക്ക് കളറിലെ സ്ലിപ്പർ ഉണ്ട് ഗയ്സ്. രണ്ട് ഡിസൈൻ ഉള്ള, പക്ഷെ കളർ വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. ഇത് രണ്ട് ചെറുപ്പല്ലേ? രണ്ട് ചെറുപ്പം. ഞാൻ എടുത്തില്ല, എനിക്ക് അങ്ങോട്ടൊന്നും പോകാൻ നേരം കിട്ടിയില്ലായിരുന്നു. അത് പോയില്ലല്ലോ. ബ്ലാക്ക് കളറ് ഇടുന്ന ആ അതെന്റെ കയ്യിലില്ല ഗൈസ്. പിന്നെ ബ്ലാക്ക് കളറിൽ ഞാൻ എടുത്തത് സ്ലേറ്റ് ആണ് ഗൈസ്. നല്ല മൂവായിരുന്നു. ഞാൻ ബ്ലാക്ക് കളറില് ഗാർണിയറിന്റെ ഒരു മെൻസ് ഷാമ്പു എടുത്തിട്ടുണ്ട്. അത് ബുദ്ധി അല്ലേ? ഓക്കെ, അടുത്ത ഞാൻ ബ്ലാക്ക് കളർ അഗർബത്തി. ബ്ലാക്ക് കളർ സെയിം അഗർബത്തി, സെയിം ബ്രാൻഡ് ഉണ്ട്. നോക്ക്, ഒരു മാറ്റമില്ല. അപ്പൊ ഇത് എനിക്ക് രണ്ട് സാധനം പോയി. ഒരു സാധനം. ഓക്കെ, ഇനി ഞാനല്ലേ എടുക്കണ്ടേ? ബ്ലാക്ക് കളർ ബോർബൺ ബിസ്ക്കറ്റ്. ആ ഓക്കെ, നിശ്രീ എന്റെ എന്താ എടുക്കുക? നിങ്ങൾ കൊണ്ടുതന്നെ എടുക്കാം. ബ്ലാക്ക് കളർ ഹൈലൈറ്റർ. അതില്ല 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 അതില്ല. ഇതൊരു ബ്ലാക്ക് കളർ മാത്രമല്ല. ബ്ലാക്ക് കളർ ഇതാ മെയിൻ ആയിട്ട് ലീഡ് മെയിൻ ബോർഡ് ബ്ലാക്ക് കളർ ആണ്. ആ. ഡിസ്ക്വാളിഫൈ ചെയ്യണോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇത് ഡിസ്ക്വാളിഫൈ ചെയ്യും. വേണ്ട വേണ്ട, ഇത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിലാണല്ലോ ഹൈലൈറ്റർ. കുഴപ്പമില്ല. ഗൈസ്, അപ്പൊ ഞാൻ എടുത്തത് ബ്ലാക്ക് കളറിൽ പ്രിങ്കിൾസ് ആണ് ഗൈസ്. ഞാൻ എടുത്തത് ഈ ബ്ലാക്ക് കളറിലുള്ള ഒരു കുഞ്ഞി പൗച്ച് പോലത്തെ പോയിട്ടേ ഇല്ല. ഓക്കെ, അടുത്ത ഞാൻ എടുത്തത് ബ്ലാക്ക് കളർ സോക്സ്. ഓക്കെ, അടുത്ത് ഞാൻ എടുത്തത് കാക്ക് വളരെ ഉപകാരപ്രദമാകുന്ന ഒരു സാധനമാണ്. പക്ഷെ അത് വേറെ ആരും കയ്യിൽ ഉണ്ടെങ്കിലും കാക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ബ്ലാക്ക് കളർ കാർ വാഷ്. അമ്പോ വേണ്ടിട്ട് ബ്ലാക്ക് കളറിൽ മേടിച്ചോണ്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ കൊടുക്കില്ല. ഞാൻ അത് വേണ്ട, ഓന് വേണ്ട, ഇങ്ങനെ കഴിക്കാൻ അല്ല, ഷാമ്പു തരാം, ഷാമ്പു തരാം. ഓക്കെ, ഇനി അടുത്ത ബ്ലാക്ക് കളറിലെ ഫിസ്. ഇതൊന്നും എന്റെ തലയിൽ പോയില്ലല്ലോ. നിന്റെ തലയിൽ പോയാലോ? കറങ്ങി അടിച്ചപ്പോ കണ്ടതല്ലേ. ബ്ലാക്ക് കളർ ബർത്ത്ഡേ ഹാറ്റ്. ഞാൻ നോക്കി, ഞാൻ ബലൂണൊക്കെ നോക്കി, ഒന്നും കിട്ടില്ല എനിക്ക്. പക്ഷെ ഇത് വളരെ വില കുറവ്, വെറും 15 രൂപയ്ക്ക് ഈ സാധനം കിട്ടി. ഓക്കെ, അടുത്തത് ഞാന് ബ്ലാക്ക് കളറില് എലാസ്റ്റിക് ഇല്ലേ, ഇങ്ങനെ ആ സാധനം അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ല? അതിന്റെ വേറെ സാധനം ഉണ്ട്. അത് 5 എടുക്കും വിചാരിച്ചാൽ ഞാൻ ഇത് ഞാൻ കണ്ടില്ല. ഞാൻ ഈ ചാനലുകളുടെ ചരിത്രത്തിൽ വിടാതെ കളറുകൾ മാറ്റി മാറ്റി എടുക്കുന്ന ഒരു സാധനം ബ്ലാക്ക് കളർ രണ്ട് സെയിം അല്ലേ കൂടെ ഒന്നേ? ഇതാണ് നല്ല ടെലിപ്പതിയാണല്ലോ. എനിക്ക് എലിപ്പതി ആയിട്ടുള്ള കിട്ടാനില്ല സാധനം. എണ്ണം കൂട്ടാൻ വേഗം മാറി എടുക്കുക. ബ്ലാക്ക് കളറിൽ അതൊരു കേക്ക് ടോപ്പർ. നോക്കട്ടെ. അടുത്തത് ബ്ലാക്ക് കളറിൽ നമ്മൾ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഡാസ്ലർ ഐലൈനർ. അടുത്തത് ബ്ലാക്ക് കളർ സ്വീക്കിൻസ്. ഇതൊറ്റ ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നു. കുറെ കാലമായിട്ട് അവിടെ ഉള്ളതെന്ന് തോന്നുന്നു. ശ്രീ, ഞാന് ബ്ലാക്ക് കളർ പൗച്ച്. അതൊക്കെ ബ്ലാക്ക് കളർ പൗച്ച്. അല്ല, രണ്ട് സല്ലു ആ പറ്റൂല. ആ രണ്ട് ടൈപ്പ് സാധനങ്ങൾ. അപ്പൊ അത് ഓക്കെയാണ്. അടുത്തത് ബ്ലാക്ക് കളറിലെ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന കോൾഗേറ്റ് ചാർക്കോൾ. അടുത്തത് ബ്ലാക്ക് കുഞ്ഞു ബോർഡിന്റെ സ്റ്റാൻഡ്. നല്ല സാധനം. അപ്പൊ ഇതാണ് ഞാൻ എടുക്കുന്നത്. അടുത്തത് ഗൈസ്, ഞാൻ എടുത്തിട്ടുള്ളത് ഇങ്ങനത്തെ ബ്ലാക്ക് കളറിലുള്ള ക്ലിപ്സ് ആണ്. നോക്കട്ടെ. ശ്രീ കണ്ടോ? അത് വേറെ രണ്ട് ടൈപ്പാ. 1 2 3 4 5 6. ഇന്ത്യയിൽ 6 ഉണ്ട്. ശ്രീനിൽ 1 2 3 4
നാലെണ്ണേ ഉള്ളൂ. അത് വലുതുമാണ്, ഇത് ചെറുതുമാണ്, ബ്രാൻഡ് വേറെയാണ്. ഓക്കെ, ഇനി ഇത് നമ്മുടെ മുടിയിലിടുന്ന ക്ലിപ്പ് കിട്ടോ? അത് ഇല്ല, അതെടുത്തിട്ടില്ല. ഓക്കെ, അതെടുത്തില്ല. അതുപോലെ വേറൊരു എണ്ണം എടുത്തു. അത് ഞാൻ കാണിക്കാം. അടുത്തതായിട്ട് ഗൈസ്, ഇത് എന്താണെന്ന് പറഞ്ഞു തരണം. ഷൂ പോളിഷ് ചെയ്യുന്ന സാധനം തോന്നുന്നുണ്ട്. അതെ, അതെടുത്തു. ഞാൻ ബ്ലാക്ക് കളറിന്റെ ബ്രഷ്. ആചരത്തില്ല. 5 എപ്പോഴും ഒരു സാധനം കണ്ടെടുത്തു. അതെ, ഞാൻ ബ്ലാക്ക് കളറ് റോളിംഗ് ഇത്ര പൈസ അത് കുറഞ്ഞ പൈസ. പൂച്ചേന്റെ കുഞ്ഞു കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന സാധനം. അത് വെച്ചേ ഇതൊക്കെ എത്ര രൂപയ്ക്ക് കിട്ടി? ഇത് 10 രൂപ കാണിക്കണ്ട. അല്ല, 5 മാച്ചിങ് ബ്ലാക്ക് കളർ ഔട്ട്ഫിറ്റും അടുത്തതായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഒക്കെ വീട്ടിലേക്ക് ആവശ്യപ്പെട്ട സാധനങ്ങളാണ്. നൂല്. 1 2 3 4 നൂല്. 4 നൂലിന്റെ പാക്കറ്റാണ്. 5 നൂലിന്റെ പാക്കറ്റ് ആണത്. 5 നൂല്. ഈ നൂല, പക്ഷെ ഈ നൂലാണ്. അങ്ങോട്ട് തന്നോളും. ഇത്തവണയാന്ന് തോന്നുന്നു കൂടുതൽ ഒരേപോലുള്ള സാധനങ്ങൾ വന്നത്. ആ സത്യം, ഇതില് കാര്യമായിട്ട് എനിക്ക് ഉപയോഗങ്ങളൊന്നുമില്ല. ഇതൊക്കെ കിട്ടിട്ട് പിന്നെ എന്താ കാര്യം ഉണ്ടായിരുന്നു? വീട്ടിൽ റൂമിലെ അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ബ്ലാക്ക് കളറിൽ ബൗളാണ്. 119 റുപ്യ. പക്ഷെ എന്തോ ഓഫറിലൊന്നും കിട്ടിയാണ് കേട്ടോ. ഇനി ഞാൻ ബ്ലാക്ക് കളർ മുടിയിലിടുന്ന ഇത്രയും വലിയ സാധനം. ഇത് ഫുള്ള് മുടിയിലിടുന്ന സാധനമാണ്. ഇത് അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങിയ 1 രൂപ 2 രൂപയ്ക്ക് കിട്ടില്ലല്ലോ. ആണ്, പക്ഷെ ഇത് ബ്ലാക്ക് കളറിലുള്ളത് എനിക്ക് അപ്പൊ അവിടുന്ന് കിട്ടിയുള്ളൂ. 90 രൂപ. ഈ ബ്ലാക്ക് കളർ മുടിയിലെടുത്ത് എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഇതാണോന്നുള്ള എനിക്ക് അറിയാൻ അല്ല, അത് മിനിസം വാങ്ങിയതാണ്. ബ്ലാക്ക് കളർ ബുക്ക്. ഞാൻ എത്ര തപ്പിന്നറിയോ ബ്ലാക്ക് കളർ ബുക്ക് കിട്ടാൻ വേണ്ടിട്ട്. ഇത് തിരിഞ്ഞു കളിച്ച് ഞാൻ നോക്കി, പക്ഷെ ഒരു ഒറ്റ അറ്റം മാത്രം ബ്ലാക്ക്. ബ്ലാക്ക് കളറിൽ ഒരു നോട്ട് പാഡ്, കുഞ്ഞു നോട്ട് പാഡ് ഉണ്ടോ കയ്യിലുണ്ട്? ശരിക്കും? പക്ഷെ നോട്ട് പാഡ് വേറൊരു ടൈപ്പാണ്. ഇതുണ്ടോ? ഇത് വേറൊരു ടൈപ്പ് നോട്ട് പാഡ്. ശ്വാസം കൊണ്ട് പോയി. ഞാൻ വേഗം പോയി. ഓക്കെ, അടുത്തത് ബ്ലാക്ക് കളർ ഗ്ലിറ്ററി നെറ്റ്. ഇല്ല, ഇതിനെന്തോ 25 15 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല രസമാണ്. അടുത്തതായിട്ട് പേസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ബ്രഷ് വേണമല്ലോ. വേഗം വേണമെങ്കിൽ ബ്രഷ് ആണല്ലോ ആവശ്യം. അല്ലാതെ ബ്ലാക്ക് കളർ ബ്രഷ്. ഇവിടെ കുറെ സാധനം ഇവിടെ ഈ കവർത്ത തീർന്നില്ല. ഈ കവറിൽ കുറച്ചേ ഉള്ളൂ. ഇത് കറച്ച് എനിക്ക് അങ്ങനത്തെ പോലെ പിടിച്ചു. പക്ഷെ ഇപ്പഴേ അത്യാവശ്യമായി. ഞാൻ പഠിച്ചു വെച്ചതാണ്. എന്റെ വലിപ്പം നോക്ക്. പരന്ന് കിടക്കുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിക്കാത്തതല്ലേ. ഇനി ഞാനല്ലേ ബോള് ഈ ബോള് ഇത് വൈറ്റ് കാണിക്കുന്ന ഡൗട്ട് വരുന്നു. പക്ഷെ ബ്ലാക്ക് ഉണ്ടല്ലോ. ബ്ലാക്ക് പെൻസിൽ, ബ്ലാക്ക് കളർ പെൻസിൽ. ഞാൻ നോക്കില്ല. ഇത് ബ്ലാക്ക് കളർ വാക്സ്. വാക്സ് അല്ലേ? ഇത് ബ്ലാക്ക് കളർ മാർക്കർ. ഓക്കെ, അടുത്ത ഞാൻ ബ്ലാക്ക് കളർ കീ ചെയിൻ. ബ്ലാക്ക് കളർ സൂപ്പർ ഗ്ലൂ. ആ സൂപ്പർ ഗ്ലൂ ഞാൻ മഞ്ഞ കണ്ട്, ബ്ലാക്ക് കണ്ടില്ല. വേണ്ട, ആർക്കും വേണ്ടല്ലോ. താഴെ ഒട്ടിക്കാൻ എന്തെങ്കിലും ഇല്ല, ആവശ്യമില്ല. ബ്ലാക്ക് കളർ പെൻസിൽ. ഈ പെൻസില് ഇങ്ങനെ ആക്കുന്ന പെൻസിലാട്ടോ. ഓ, വെറൈറ്റി. ഇത് നമ്മള് നിബ് ഇങ്ങനെ ആക്കുന്ന പെൻസിലാണ്. ഇതുണ്ടോ റബ്ബറിന്റെ ഭാഗം കൊണ്ട് നിബ് ഇങ്ങനെ. ഓ, അപ്പൊ ഇതിനെ ഇങ്ങനെ ഉള്ളോട്ടാക്കും. എഴുതി തീർക്കണം. അടുത്ത ഒരു വെറൈറ്റി സാധനമാണ് ബ്ലാക്ക് കളർ ഫുള്ള്. അത് ഞാൻ കണ്ടിരുന്നു. ഞാൻ എടുക്കണമെന്ന് വിചാരിച്ചു. വേണ്ട, റെസ്റ്റോറന്റിലെ ഏതെങ്കിലും ഡോർ അത് കണ്ടപ്പിച്ചതാ ഓർമ്മ. റെസ്റ്റോറന്റിന്റെ ഡോറ്. അടുത്തതായിട്ട് ബ്ലാക്ക് കളർ കത്രിക. കത്രികയില്ല. എനിക്ക് പൈസ ഇല്ലായിരുന്നു അപ്പത്തേക്കിനും. ഇത് ബ്ലാക്ക് കളർ എന്താ മറ്റേ മായ്ക്കുന്ന സാധനം തോന്നുന്നു. ഇതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ബോർഡിന്റെ മുകളിൽ ഇതുകൊണ്ട് എഴുതുന്നു, ഈ ഭാഗം കൊണ്ട് മായ്ക്കുന്നു ആ സാധനം. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ എടുത്തത് ബ്ലാക്ക് കളർ പെന്ന്. ബ്ലാക്ക് കളർ പെന്ന്. ബ്ലാക്ക് കളർ പെന്ന് ഉണ്ടാവില്ലല്ലേ? ബ്ലാക്ക് കളർ പെന്ന്. 3 3 അല്ലേ? 3 പെന്ന്.
പെന്നാണ്. തരൂല. ഓക്കെ, ബ്ലാക്ക് കളർ കുഞ്ഞു നോട്ട്ബുക്ക്. ഡയറി ടൈപ്പ് സാധനം. അത് 2 ടൈപ്പ് സാധനം. അത് സ്കൂളിൽ കൊണ്ടുവന്നാലും ഇത് ഡയറിയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ബ്ലാക്ക് കളറിൽ ബ്ലൂ സ്റ്റിക്ക്. ഇനി ബ്ലാക്ക് കളറിൽ പെൻസിലിന്റെ സെറ്റ് കേസ്. ഓക്കെ, ഈ ഒരു പെൻസിൽ അവിടെ പെട്ടിന് മേടിച്ചിട്ടുണ്ട്. ഓക്കെ, അടുത്തത് ബ്ലാക്ക് കളർ ID കാർഡ് സാധനം. കഴിഞ്ഞ പ്രാവശ്യം പോയ സാധനം. ഞാൻ തോറ്റുപോയി. ഓക്കെ, കാണിക്കട്ടെ? എനിക്കത് തീർക്കാനെന്തായാലും വേഗം. ഇന്ത്യയിലെ ബ്ലാക്ക് കളറിൽ മാർസ് ചോക്ലേറ്റ്. മാർസ് ചോക്ലേറ്റ്. ഇന്ത്യയിലെ ബ്ലാക്ക് കളർ ബോട്ടിൽ ബേസ്. ഓക്കെ, അടുത്തത് ഞാൻ ബ്ലാക്ക് കളർ സ്ക്രാച്ച് ബുക്ക്. ഇത് മറ്റേ സ്ക്രാച്ച് ബുക്ക് സാധനം വേറെ. ഇത് വേറെ. ഇത് എങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ സ്ക്രാച്ച് ചെയ്യുമ്പോ വേറെ കളറിൽ ഇത് വരും. ഇതുണ്ടോ റെയിൻബോ റെയിൻബോ കളേഴ്സിൽ ഇങ്ങനെ വരും. അങ്ങനത്തെ വെറൈറ്റി മാജിക് ബുക്കാണ്. ഇതിന്റെ ബ്ലാക്ക് കളർ ക്ലേ. ബ്ലാക്ക് കളർ മാർക്കർ. അത് നേരത്തെ മാർക്കർ വ്യത്യാസമുണ്ട്. ഇതിന്റെ ഇങ്ങനത്തെ മാർക്കർ, ഇത് വേറെ മാർക്കർ. ബ്ലാക്ക് കളറ് മൗണ്ടിങ് ടേപ്പ്. അതില്ല. ഇങ്ങനെ എത്ര ഉള്ളൂ? ഇതിലെന്തോടെ സെയിം വരാണ്ടെന്ന് പറയാൻ പറ്റൂലല്ലോ. ഇങ്ങനെ ഈ കവറിന്റെ ഉള്ളിലാണ്. ഇനി അടുത്ത ഞാൻ നോക്കണ്ട്. ബ്ലാക്ക് കളറ് അങ്ങനത്തെ ലെറ്റേഴ്സ്. ഇതിങ്ങനെ ബീഡ്സ് ഇങ്ങനെ ആക്കാൻ പറ്റുന്നുണ്ട്. ബ്ലാക്ക് കളറില് മെഹന്തിന്റെ ഇതില്ലേ, സ്റ്റെൻസിൽ ഇല്ലേ, അതാണ്. ഇത് ബ്ലാക്ക് കളറിൽ ഒരു കുഞ്ഞു സാധനം കേട്ടോ. അതൊരു എന്താ പറയാ, ഇങ്ങനെ ഇതിന്റെ മുകളിൽ ബ്ലാക്ക് കളർ സ്റ്റെൻസിൽ. അത് രണ്ട് വലുപ്പമാണ്, ഡിസൈനും വേറെ. രണ്ട് ടൈപ്പ് സാധനം. അതെ. ഓക്കെ, അടുത്തതായിട്ട് ബ്ലാക്ക് കളർ പൊട്ട്. ഓർമ്മ വന്നില്ല കേട്ടോ. ഇത് ബ്ലാക്ക് കളറ് എന്താ പറയാ, ഹൈലൈറ്റേഴ്സ് പെന്നുകളില്ലേ. ഓക്കെ, ബ്ലാക്ക് കളർ ഹെയർ ബാൻഡ്. പണ്ടത്തെ ഹെയർ ബാൻഡ്. ബ്ലാക്ക് കളർ ഹെയർ ബാൻഡ്, പണ്ടത്തെ ഹെയർ അതെ. ഇനി ഞാൻ അവസാനത്തെ ആയുധമായി ഇറക്കാൻ പോവുകയാണ്. ബ്ലാക്ക് കളറിൽ കൊടയാണ്. വേറെ ഒന്നും ഇല്ല. വെറുതെ പൈസ തീർന്നത്. അതെ, ഇത് മൊത്തം വാങ്ങിയത് വാട്ടർ ബോട്ടിൽ വാങ്ങിക്കുന്നത്, ഫിസ് വാങ്ങിക്കുന്നത്, കൊട വാങ്ങിക്കുന്നത്, സ്കൂളിലേക്ക് കൊണ്ടുള്ള സാധനം. ഫുൾ എക്സ്പെൻസീവ് ആണ്. പൈസ കൂടുതലായിരിക്കും. അതിന്റെ മുകളിലുള്ള വരെയല്ല, അത് ഓഫർ ഉണ്ടായിരുന്നു. 249. ഓക്കെ, അടുത്തത് ഞാന് ബ്ലാക്ക് കളർ കുഞ്ഞു ആണോ? ബ്ലാക്ക് കളറില് ഇനി ഇവര് തമ്മിലാണ് കോമ്പറ്റീഷൻ. ആര് ഈ കോമ്പറ്റീഷനിൽ നിന്നും ഔട്ട് ആയിരിക്കും. അപ്പൊ അടുത്തത് ഞാൻ വെക്കില്ലേ, ബ്ലാക്ക് കളർ ഇയറിംഗ്. ഒറ്റ മിനിറ്റ്, സെയിം സാധനം ഉണ്ടോ? വഴിയില്ല. വേറൊരു ഇയറിംഗ് ഉണ്ട്. ഫ്ലവറിന്റെ ഇയറിംഗ് കണ്ടോ, ബ്ലാക്ക് കളറില്. അപ്പൊ രണ്ടാണ്. രണ്ടും എൻറ്റയർലി. അപ്പൊ കുഴപ്പമില്ല. ഓക്കെ, അടുത്തത് ബ്ലാക്ക് കളർ വള. ഓക്കെ, ഒരു മിനിറ്റ്. ഇതൊക്കെ ഫാൻസി സാധനങ്ങൾ. ബ്ലാക്ക് കളറില് കുപ്പി വള. രണ്ടാളും ഒരേ ഫാൻസിലാണെന്ന് പോയത്. അതെ, ഒരേ ഫാൻസിൽ കയറിയ ലക്ഷണങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ഇത് കുപ്പികളാണ്. ഇതിങ്ങനെ ഷൈൻ ബ്ലാക്ക് അല്ല. ഞാൻ ഒരു പറഞ്ഞു ഇത് മെറ്റാലിക് ആണ്, ബ്ലാക്ക് തന്നെയാണ്, പക്ഷെ ഇത് മെറ്റാലിക് ആണ്. അങ്ങനെ ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അടുത്തത് ഞാൻ ബ്ലാക്ക് കളർ ഇങ്ങനത്തെ മുടിക്കിടുന്ന സാധനം. ബ്ലാക്ക് കളർ ഇങ്ങനത്തെ മുടിക്കുന്ന സാധനം. ഓക്കെ, എന്തായാലും ഡിഫറെന്റ്. അടുത്തത് മത്സരം കളിച്ചോണ്ടിരിക്കുന്നു. ബ്ലാക്ക് കളർ മറ്റേ ചെറുപ്പ്, ഇങ്ങനത്തെ ബ്ലാക്ക് കളർ ഇങ്ങനത്തെ ചെറുപ്പ്. അത് പാന്റ് ചെറുപ്പ്, ഇത് സാധാ ചെറുപ്പ്. ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറിൽ ടിക് ടിക് സ്ലൈഡ്. ഇത് വല്ലാത്ത ടെലിപ്പതി. ഓക്കെ, ബ്ലാക്ക് കളർ ഈ ഹെന്ന ഫോൺ. ബ്ലാക്ക് കളർ ഇനി സാധനങ്ങൾ ഇൻഡസ്ട്രി കഴിഞ്ഞില്ല.
അത് വേറെയാ. ഇങ്ങനെ കുടിക്കുന്ന സാധനം ചെറുത്. ബ്ലാക്ക് കളർ ഐബ്രോ പെൻസിൽ. ഇതിന് പാല് ജയിക്കും. എനിക്കൊരു സാധനമില്ലേ? ഓക്കെ ഷാമ, എനിക്ക് സാധനം ഉണ്ടോ? ഒറ്റ കൂടിയാണ് ശ്രീ. ബ്ലാക്ക് കളർ റിംഗ്. ബ്ലാക്ക് കളറിലെ അണ്ടർ സാധനം, അണ്ടർ ഐയിൽ വെക്കുന്ന ഈ സാധനം. ഓക്കെ, ഇനി എന്താ ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല. ഇനി ഇത് അടിച്ചതല്ലോ. ഇത് ദൈവമേ, ഇതൊരു തയ്യായോ? ഇതങ്ങോട്ട് പോകുന്ന എന്താ സാധനം? കഴിഞ്ഞ് guys, കഴിഞ്ഞ്. ഇനിയൊന്നുമില്ലേ? ഒന്നും കൂടി. അല്ല, ഇത് പെണ്ണാക്കിയാലേ അറിയുള്ളൂ എന്താ correct. എണ്ണി നോക്കിയാലേ അറിയുള്ളൂ. കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ പോയത് ആരുതാണെന്നൊക്കെ ഇതാ നോക്കണം. കൂടുതൽ പോയത്. അപ്പൊ എന്നാ എണ്ണം തുടങ്ങാം. ഞാൻ പറയുമ്പോ ഇവര് എണ്ണിക്കോട്ടെ. 5 തുടങ്ങ്. ഞാനാ തുടങ്ങിയിട്ട് ടൈം കോമ്പറ്റീഷൻ ആണല്ലോ. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 സാധനമാണ് guys ഞാൻ വന്നത്. 22 സാധനങ്ങൾ. ഇനി അടുത്ത ഞാൻ തുടങ്ങിക്കോ. 1 കുപ്പിവള, 2 3 4 5 ഇതില് 6 എന്ന് പറയുന്നത് ഈ കമ്മലാണ് കേട്ടോ. 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 5 വെട്ടിച്ചു. 24 25 26 27 28 29 30 സാധനങ്ങൾ guys. 30 സാധനങ്ങൾ. അതിൽ എത്ര സാധനം? 3-4 സാധനം ഒരേപോലെ പോയി. ഓക്കെ, അതിന് 3 സാധനം അങ്ങനെ ഒരേപോലെ പോയി. ആ. ഞാനെടുത്ത് തുറക്കട്ടെ. ഇതിന്റെ ഉള്ളിൽ എന്താ ഉണ്ടോ? ഇല്ല, പേപ്പറാ. പേപ്പറാ. 1 2 3 4 5 6 7 8 9 10 11 12 കമ്മലാണ് 12 13 ഇത് മിസ്സായി 16 17 18 19 20 21 22 23 24 27 28 29 ഏറ്റവും ചെറിയ കവറേറ്റ് വന്നതാ. ഇവരിന്ന് 2-3 വലിയ കവർ കൊണ്ട് വന്നിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ? അത് എനിക്ക് അതെന്തറിയോ, എന്റെ കയ്യില് ഇതുവരെ ഈ 2 ചാലഞ്ച് നമ്മൾ മുന്നേ ചെയ്തില്ലേ, അതിലൊന്നും എന്റെ കയ്യിൽ പൈസ തീർന്നില്ല. ഇത് വെറും 36 രൂപയും കൊണ്ട് ലാസ്റ്റ് ഓടിയിട്ട് ഞാനൊരു സാധനം മേടിച്ചിട്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ വ്യത്യാസത്തിലാണ് guys. ഇത് ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. അതല്ല, ലാസ്റ്റ് ഓടിയിട്ട് മേടിച്ച സാധനല്ലേ, ആ സാധനം ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അല്ല, ലാസ്റ്റ് ഞാൻ പോയിട്ട് കടുക് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ സമയം തീർന്നു പോകുന്നതുകൊണ്ട് ഞാൻ കടുക് വാങ്ങാനും നേരെ അങ്ങോട്ടേക്ക് പോകുന്നു. ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. സാധാരണ നമ്മൾ ഫാൻസി ആയിട്ട് കുറെ സാധനങ്ങൾ വാങ്ങിക്കലുണ്ട്. പക്ഷെ ഇപ്രാവശ്യം കുറെ ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ, അങ്ങനെ സാധനങ്ങളാണ് നമുക്ക് കൂടുതൽ വാങ്ങിക്കാൻ പറ്റുക. എന്തായാലും ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇപ്പൊ ഭയങ്കര. ഞാൻ നോക്കുന്നോടത്ത് മുഴുവൻ ക്യൂട്ടായിട്ട്. അതെ, കളറുകൾ മാത്രമേ കാണുന്നുള്ളൂ, ബ്ലാക്ക് ആയിട്ട് കാണുന്നില്ല. ഇത് നോക്കുന്നതിനൊക്കെ ഭയങ്കര പൈസ. 2000 രൂപ കൊണ്ട് ഞാൻ 22 സാധനം വാങ്ങി ഗൈസ്. 2000 രൂപ കൊണ്ട് 1800 സംതിങ് രൂപ കൊണ്ട് ഞാൻ ശരിക്കും എത്രയും 30 സാധനങ്ങൾ അതിന് മുകളിൽ വാങ്ങി. പക്ഷെ അത് കുറെ കമ്പനിക്ക് പോയി. ഇപ്പൊ 2000 രൂപ കൊണ്ട് ഞാൻ 31 സാധനം മേടിച്ച് സെയിം ആയിട്ടുള്ള കമ്പനിക്ക് 31 സാധനം വാങ്ങി വിജയിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് വിചാരിക്കുന്നത്. പിന്നെ അടുത്തത് ഏത് കളർ നമ്മൾ ഷോപ്പ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ പറയാം. കൂടുതൽ ലൈക്ക് കിട്ടുന്നതായിരിക്കും. കുറെ കമന്റ്സ് ലൈക്ക് കിട്ടിയിട്ട് കാര്യമില്ല. ഒറ്റ കമന്റിന് തന്നെ ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ ചൂസ് ചെയ്യാം. അതെ,